ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുന്ന ടോപ്പിക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫൈറ്റർ ഫിഷിനെ ബ്രീഡ് ചെയ്യിക്കുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെ പറ്റിയാണ്. അതായത് എങ്ങനെ കറക്റ്റായിട്ടുള്ള മെയിൽ ആൻഡ് ഫീമെയിൽ ജോഡിയെ തിരഞ്ഞെടുക്കാം, അതുപോലെ അതിന് ബ്രീഡിംഗ് ടൈമിൽ ഫുഡ് കൊടുക്കുന്ന കാര്യങ്ങൾ അതിനെ പറ്റിയൊക്കെയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണോട് അമർത്തുകയാണെങ്കിൽ നമ്മളിടുന്ന പുതിയ വീഡിയോകൾ അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ബെറ്റാ ഫിഷിൻ്റെ ബ്രീഡിങ്ങിന് മുമ്പ് ആദ്യം തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള മെയിൽ ആൻഡ് ഫീമെയിൽ ജോഡിയെ തിരഞ്ഞെടുക്കുകയാണ് വേണ്ടുന്നത്. എങ്ങനെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു മെയിൽ ഫിഷിനെ തിരഞ്ഞെടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ അക്വേറിയം ഷോപ്പിൽ നിന്നൊക്കെ ആയിരിക്കും പുതിയ തുടക്കക്കാർ ബെറ്റാ ഫിഷ് ബ്രീഡിങ്ങിന് വേണ്ടി മേടിച്ചുകൊണ്ട് വരുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ അക്വേറിയം ഷോപ്പിലെ വെള്ളത്തിൽ മെയിൽ ഫിഷ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫിഷ് ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് നിറച്ച് ബബിൾസ് ഇട്ട് വെക്കും. നല്ല രീതിയിൽ ബബിൾസ് ഇട്ട് വെക്കുകയും അതുപോലെ തന്നെ നമ്മൾ അവരിട്ട് വെച്ചിരിക്കുന്ന ബൗളിലോ വല്ല ഗ്ലാസ്സിലോ വല്ലതും ആണെന്നുണ്ടെങ്കിൽ അകത്തെ ജസ്റ്റായിട്ട് കൈകൊണ്ട് തട്ടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് തിരിച്ച് റിയാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ട് നല്ല ആക്റ്റീവായിട്ടുള്ളൊരു ഫിഷാണ് അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ നമ്മൾ കുറേ നാളിന് ശേഷം വീട്ടിൽ വളർത്തിയിരിക്കുന്ന ഫിഷ് ആണെന്നുണ്ടെങ്കിലും നല്ല പോലെ അത് ബബിൾസ് ഇടുന്നുണ്ട്, നല്ല ഹെൽത്തി ആയിട്ട് നിങ്ങൾക്ക്, അതായത് പെട്ടെന്ന് ഫീഡൊക്കെ എടുക്കുന്നുണ്ട്, നല്ല ഹെൽത്തി ആയിട്ട് തോന്നുകയാണെങ്കിൽ മാത്രം മെയിൽ ഫിഷിനെ ബ്രീഡിങ്ങിന് ഇടുക. പിന്നെ അക്വേറിയം ഷോപ്പിൽ നിന്ന് മേടിച്ചുകൊണ്ട് വരുന്ന മെയിൽ ആൻഡ് ഫീമെയിൽ ആണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ കുറച്ച് നാൾ വീട്ടിൽ വളർത്തിയതിന് ശേഷം മാത്രം ബ്രീഡ് ചെയ്യിക്കാൻ ഇടുക. അതായത് കൊണ്ടുവന്ന ഉടനെ തന്നെ ബ്രീഡ് ചെയ്യിക്കാൻ ഇടല്. പിന്നെ ബ്രീഡിങ്ങിന് മുമ്പ് ഇതിന് കൊടുക്കേണ്ട തീറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രീഡിങ്ങിന് ഒരാഴ്ച മുമ്പെങ്കിലും നല്ല ഹെൽത്തി ആയിട്ടുള്ള ലൈവ് ഫുഡ്സ് എന്തെങ്കിലും കൊടുക്കണം. അർട്ടീമിയോ മോയിനയോ അതുപോലെ എന്തെങ്കിലും നല്ല ഹെൽത്തി ആയിട്ടുള്ള ലൈവ് ഫുഡ്സ് കൊടുക്കണം. പിന്നെ നമ്മൾ മെയിൽ ഫിഷിനെ തിരഞ്ഞെടുക്കുമ്പോൾ നല്ല കളറുള്ള മെയിൽ ഫിഷിനെ വേണം തിരഞ്ഞെടുക്കാൻ. അതുപോലെ തന്നെ ബ്രീഡിങ്ങിന് ഇടുന്നതിന് മുമ്പ് ഇവയുടെ ഫീമെയിൽ ഫിഷിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, മെയിൽ ഫിഷിൻ്റെ അതേ സൈസുള്ള ഫീമെയിൽ ഫിഷിനെ തന്നെ ബ്രീഡിങ്ങിന് ഇടുന്നതായിരിക്കും വളരെയധികം നല്ലത്. അതുപോലെ തന്നെ ഫീമെയിൽ ഫിഷ് നന്നായിട്ട് എഗ്ഗൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ബ്രീഡിങ്ങിന് ഇടുക. നല്ല ഹെൽത്തി ആയിട്ടുള്ള മെയിൽ ആൻഡ് ഫീമെയിൽ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ വളരെയധികം കുട്ടികളെ കിട്ടുകയുള്ളൂ. മെയിൽ ഫിഷിൻ്റെ പോലെ തന്നെയാണ് ഫീമെയിൽ ഫിഷും. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫീമെയിൽ ഫിഷ് അല്ല. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞുകൊണ്ട് അധികം മുട്ടയൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ മെയിൽ ഫിഷ് ബ്രീഡിങ്ങിന് ഇടുന്ന സമയത്ത് ഗ്ലാസ്സിൽ നിന്ന് നമ്മൾ തുറന്ന് വിടുമ്പോൾ മെയിൽ ഫിഷ് ഫീമെയിൽ ഫിഷിനെ അറ്റാക്ക് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ പെട്ടെന്ന് ചത്തുപോകാനും ചാൻസ് ഉണ്ട്. പിന്നെ ഈ അക്വേറിയം ഷോപ്പുകളിലൊക്കെ പോയി നമ്മൾ തിരഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അധികം വെറൈറ്റി ആയിട്ടുള്ളത് നമുക്ക് അവിടെ ലഭിക്കില്ല. എപ്പോഴും നല്ല ഈ ഫാമിലൊക്കെ പോയി ഒത്തിരി എണ്ണം ഉള്ളിടത്തുനിന്ന് പോയി ചൂസ് ചെയ്ത് എടുത്തുകൊണ്ട് വരുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുള്ളത്. നല്ല ക്വാളിറ്റി ഉള്ള ഫൈറ്ററിനെ അപ്പോൾ അവിടെ നിന്ന് കിട്ടുന്നതാണ്. നമ്മൾ ഷോപ്പിൽ നിന്ന് കിട്ടിയത് അധികം ക്വാളിറ്റി ഒന്നും ഇല്ലാത്ത ബെറ്റാ ഫിഷ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നിട്ട് നല്ല നല്ല ലൈവ് ഫുഡ്സും ഒക്കെ കൊടുത്ത്, അതുപോലെ തന്നെ അതിൻ്റെ ടാങ്കിൽ, അതായത് ബൗളിൽ എന്തെങ്കിലും നിങ്ങൾ ഇടുന്ന എവിടെയാണോ അതിനകത്ത് നമ്മുടെ ഈ ബദാമിൻ്റെ ലീഫൊക്കെ ഇട്ട് അതിനെ നല്ല രീതിയിൽ കണ്ടീഷൻ ചെയ്തെടുക്കുക. അതിനുശേഷം മാത്രം ബ്രീഡിങ്ങിന് ഇടുക. പിന്നെ ഈ ബദാമിൻ്റെ ലീഫ് ഇട്ട് വെക്കുന്നത് വളരെയധികം നല്ലതാണ്. അതിൻ്റെ ഹെൽത്തും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കണ്ടീഷൻ ആകാനായിട്ട് ഈ ബദാം ലീഫ് ഇട്ട് വെക്കുന്നത് വളരെയധികം നല്ലതാണ്. പിന്നെ ഇവയെ ബ്രീഡിങ് വരുന്ന ടാങ്കിൽ ഒരു കാരണവശാലും ചെറിയൊരു കല്ലോ അതുപോലെ തന്നെ ഈ ചെടിയോ പോലത്തെ ഒന്നും വെച്ച് കൊടുക്കാൻ പാടില്ല. കാരണം ഇവ എഗ്ഗ് ഇടുമ്പോൾ മെയിൽ ഫിഷിന് ഈ ചെടിയോ വല്ലതും വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിലൊക്കെ പോകുന്ന ഈ എഗ്സ് അത് എടുത്ത് ബബിൾ നെസ്റ്റിൽ കൊണ്ടിടാൻ സാധിക്കത്തില്ല. അങ്ങനെ ഈ എഗ്സിലുള്ള കുട്ടികളൊക്കെ ചത്തുപോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. പിന്നെ ഇവയെ ബക്കറ്റിലൊക്കെയാണ് ബ്രീഡ് ചെയ്യിക്കാൻ ഇടുന്നതെന്നുണ്ടെങ്കിൽ ഫീമെയിൽ ഫിഷിനെ ഗ്ലാസ്സിലോ വല്ലതും വെച്ച് ഒരു 2 ദിവസത്തേന് നല്ല രീതിയിൽ ഇണക്കിയതിന് ശേഷം മാത്രം തുറന്നു വിടുക. പിന്നെ ഫീമെയിൽ ഫിഷിനെ ഇറക്കി വിട്ടതിന് ശേഷം ഇപ്പോൾ പെട്ടെന്ന് തന്നെ ബ്രീഡാകുന്നതാണ്. പിന്നെ ഇവയുടെ കുഞ്ഞുങ്ങൾ മുട്ടയൊക്കെ വിരിയാനായിട്ട് 2-3 ദിവസം സമയമെടുക്കും. ബ്രീഡായതിന് ശേഷം ഫീമെയിൽ ഫിഷിനെ എടുത്ത് മാറ്റുക. അതുകൊണ്ടെങ്കിൽ ഫീമെയിൽ ഫിഷ് കുഞ്ഞുങ്ങളെയൊക്കെ തിന്നാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ മുട്ട വരുന്നതിന് ശേഷം ഈ കുഞ്ഞുങ്ങൾക്ക് നല്ല ലൈഫ് ഫുഡ് കൊടുക്കുക. ആദ്യം ഇൻഫോസോരും കൊടുക്കുക. പിന്നെ അർത്തീമിയൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2-3 മാസത്തിനുള്ളിൽ തന്നെ നല്ല വളർച്ച ഉണ്ടാകുന്നതാണ്. നല്ല ക്വാളിറ്റി ഉള്ള ബ്രീഡുകളെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നുണ്ടെങ്കിൽ 10-200 കൂടുതൽ കുഞ്ഞുങ്ങളെ ലഭിക്കുന്നതാണ്. പിന്നെ ഇവയെ ബ്രീഡിങ്ങിന് ഇടുന്ന ടാങ്കിൻ്റെ മണ്ടയിൽ ചെറിയ പ്ലാസ്റ്റിക് കവറും എല്ലാം വെച്ച് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. കാരണം അപ്പോൾ ഈ മെയിൽ ഫിഷ് അകത്തെ വന്ന് ബബിൾ നെസ്റ്റ് ഉണ്ടാക്കിയിടുകയും അതിലൂടെ എന്തെങ്കിലും ഈ ചെറിയ വെള്ളത്തുള്ളിയോ അല്ല ഈ ബബിൾ നെസ്റ്റിൻ്റെ മണ്ടയിൽ വീഴുക പൊട്ടി പോകാതിരിക്കുകയും ചെയ്യും.
അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാരണവശാൽ ബബിൾ നെസ്റ്റ് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ അതിനകത്ത് എഗ്ഗ് ഇടുമ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ചത്തുപോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. പിന്നെ ഇവയുടെ എഗ്ഗ് വിരിഞ്ഞ് 1-2 ദിവസത്തിനുള്ളിൽ തന്നെ പാതി കൂടുതൽ കുഞ്ഞുങ്ങൾ ഫ്രീസിം ആവുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ, നല്ല രീതിയിലുള്ള ലൈഫ് ഫുഡ്സൊക്കെ കൊടുത്ത് വളർത്തുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ കുഞ്ഞുങ്ങളെയും നമുക്ക് രക്ഷിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. അതെല്ലാം നമ്മുടെ ലൈഫ് ഫുഡ്സ് ഒന്നുമില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ കുഞ്ഞുങ്ങളൊക്കെ അധികം നമുക്ക് രക്ഷിച്ചെടുക്കാൻ പറ്റത്തില്ല. എന്നാലും കിട്ടും, അത്യാവശ്യം കുറച്ച് കുഞ്ഞുങ്ങളെ മാത്രമേ നമുക്ക് രക്ഷിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ. പിന്നെ ഈ കുഞ്ഞുങ്ങൾക്ക് ആദ്യ സമയത്ത് കൊടുക്കേണ്ട ഇൻഫോസോരിയ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, കയറി ചെക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കൺ അമർത്തുകയാണെങ്കിൽ നമ്മളിടുന്ന പുതിയ വീഡിയോകൾ അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. പിന്നെ ലൈക്ക് ചെയ്യുക. പിന്നെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ.